ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കാൻ പോകുന്നു. ലോകത്തിലെ വലിയൊരു ത്രെട്ട് തന്നെയാണ് ഈ കടലിടുക്ക് അടച്ചാൽ. ലോകത്തിലെ എണ്ണ രാജ്യങ്ങളുടെ ഓയിലും അവരുടെ ഗ്യാസും ഈ വഴിയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കടലിടുക്കിന് ഏകദേശം 167 കിലോമീറ്റർ നീളവും 96 കിലോമീറ്റർ വീതിയുമുള്ളതാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് നമ്മൾ ഈ പറയുന്ന സ്ഥലം, ആ സ്ഥലം കടന്നു വേണം കടൽ കയറി കിടക്കുന്ന ഓയിൽ റിച്ച്ഡായ കുവൈറ്റും ബഹ്റിനും ഖത്തറും UAEയും ഇറാഖും ഒക്കെ സ്ഥിതി ചെയ്യുന്നു. ഇറാഖിൻ്റെയും UAEയുടെയും ഖത്തറിൻ്റെയും കുവൈറ്റിൻ്റെയും ബഹ്റിൻ്റെ എണ്ണയും ഗ്യാസും പോകണമെങ്കിൽ ഈ കടലിടുക്ക് കടന്നു വേണം പോകാൻ. അതാണ് ഇപ്പം അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോറ് തീരുമാനമെടുത്തു. കാരണം ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡാണ് അവിടെ നിയന്ത്രിക്കുന്നത്. ഇത് അടയ്ക്കണമെന്ന് അവർ തീരുമാനമെടുത്തു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അമേരിക്കയുടെ ഭീമൻ ബങ്കർ ബസ്റ്റ് ബോംബുകൾ ഇറാൻ്റെ 3 സ്ഥലങ്ങൾ, അവരുടെ ആറ്റോമിക് റിയാക്ടർ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന 3 സ്ഥലങ്ങളിൽ അവിടെ അമേരിക്കൻ ബങ്കർ ബോംബിട്ടു. അത് വളരെ വിനാശകരമായിരുന്നു. അവിടെ ഏകദേശം 90 മീറ്റർ അടിയിലാണ് ഈ 3 സ്ഥലങ്ങളിലും ആറ്റോമിക് റിയാക്ടറിൻ്റെ പ്രവർത്തനങ്ങൾ അവർ 60% കൊണ്ട് എത്തിച്ചത്. അവിടെ തന്നെയാണ് ഈ അമേരിക്കൻ ബോംബർ ബങ്കർ അവിടെ കൊണ്ടുപോയി അവരുടെ ബോംബിട്ടത്. അവിടെ തീർച്ചയായിട്ടും അത് വലിയ ഒരു പരിക്ക് ഇറാന് ഏൽപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് ഒരു ആണവശക്തിയാകാനുള്ള മോഹം തകർത്ത് കളഞ്ഞു. അത് അമേരിക്ക അംഗീകരിക്കത്തില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കത്തില്ല. ലോകത്ത് ഒരിടത്തും ഇനി ആണവശക്തികൾ ഉണ്ടാകരുതെന്നാണ് പൊതുവായ വലിയ രാജ്യങ്ങളുടെ ഒക്കെ ചിന്ത. അതുകൊണ്ട് ലോകത്ത് നമുക്കറിയാം, ഇപ്പം 9ഓളം ആണവ രാഷ്ട്രങ്ങളുണ്ട്. അതിനകത്ത് ആ 9 പേരിൽ ഇതുവരെ ലോകത്തിലെ ആണവ ഡെവലപ്മെൻറ്റ് തടയാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റിനകത്ത് 4 രാഷ്ട്രങ്ങൾ, 9-ൽ 4 രാഷ്ട്രങ്ങൾ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യയും ചൈനയും ഇസ്രയേലും നോർത്ത് കൊറിയയുമാണ്. ആണവ വ്യാപനത്തിന് ഇനി മുന്നോട്ട് ഈ രാജ്യങ്ങൾ 4 പേരും പോകില്ല. പക്ഷേ അവർ ആണവ ശക്തികളാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു എഗ്രിമെൻറ്റിൽ 4 പേരും ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഞങ്ങൾ ആണവം, ആറ്റം ബോംബുകളോ ഒന്നും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികളൊന്നും ആദ്യം ഉപയോഗിക്കില്ല എന്ന് 4 പേരും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ആണവശക്തികളുടെ എല്ലാവരെയും ഒത്തൊരുമിച്ചുള്ള ഒരു തീരുമാനത്തിൽ ഇവരാരും, ഈ 4 രാഷ്ട്രങ്ങളും വരില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോഴ് ഇറാൻ്റെ ആണവശക്തി താറുമാറാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാനെ അവരുടെ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ലോകത്തിലെ ഏകദേശം 30-40% വരുന്ന ഗ്യാസുകൾ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നും അല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ലോകത്തിന് വരുന്ന ഈ കടലിടുക്ക് കൂടെ തന്നെയാണ് പോകുന്നത്. അതിനി നടക്കില്ല എന്നാണ് വരുന്നത്. ഏതായാലും LNG അല്ലെങ്കിൽ ലിക്വിഫൈഡ് പ്രകൃതിവാതകത്തിൻ്റെ 30-40% ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് വെളിയിലേക്ക് വരാൻ ഇനി കഴിയില്ല എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ത്യ ഓയിൽ ഇപ്പം റഷ്യയിൽ നിന്ന് സബ്സിഡൈസ്ഡ് റേറ്റിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അത് മെഡിറ്ററേനിയൻ കടലിൽ കൂടെ വന്ന് അത് തീർച്ചയായിട്ടും അത് ഈജിപ്തിൻ്റെ അത് നൈൽ നദിയുടെ ആ റെഡ് സീ കൂടെ കടന്ന് ഇന്ത്യക്ക് വരാം. വലിയ ബുദ്ധിമുട്ട് ആ കാര്യത്തിൽ ഇന്ത്യക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം റഷ്യ അത് തരുന്നിടത്തോളം കാലം ഈ റൂട്ടിലോട്ട് കൊണ്ടുവരാം. അതേസമയത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നും, കുവൈറ്റിൽ നിന്നും ബഹ്റിനിൽ നിന്നും ഖത്തറിൽ നിന്നും UAE നിന്നും ഇറാഖിൽ നിന്നും ഓയിലും ഗ്യാസും ഒരു രാജ്യത്തേക്കും കടക്കാനായിട്ട് കഴിയില്ല. സാമ്പത്തികമായിട്ട് അവർ തകരും.
അതുതന്നെയാണ് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ തീരുമാനം അത് ഇറാൻ പാർലമെൻറ്റും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു മൂന്നാമത്തെ കടമ്പയുണ്ട്. അവിടുത്തെ ഇറാൻ്റെ ദേശീയ പരമോന്നത രക്ഷാ കൗൺസിൽ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കും. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭൂരിപക്ഷം ഓയിലും അതുപോലെ തന്നെ ഗ്യാസും കടന്നു പോകാൻ ഈ കടലിടുക്കൂടെ കഴിയില്ല എന്നാണ് വരുന്നത്. പക്ഷേ സാധാരണഗതിയിൽ അവിടെ ഒമാനും അതുപോലെ UAEയും ഇറാനും ചേർന്ന ഒരു സമിതിയാണ് ഇതിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് അത് അടച്ചു കളയും. കാരണം ഇറാന് കൂടുതൽ ഭാഗങ്ങൾ അവരുടെ കൈവശമാണ്. ഈ പാക് സ്ട്രെയ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഹോർമുസ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നതും ഇറാൻ തന്നെയാണ്. പക്ഷേ ഇറാൻ ഇനി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറാൻ്റെ ശക്തി ക്ഷയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അമേരിക്കയുടെ ആ 3 അവരുടെ സ്ഥലങ്ങളിലുള്ള ആ ബോംബിങ് കൊണ്ട് ഇറാൻ തകർന്നിട്ടുണ്ട്. വളരെയധികം നാശനഷ്ടങ്ങൾ ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കഴിഞ്ഞു. കുറേയൊക്കെ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ നടത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാൻ്റെ മേജർ സ്ഥലങ്ങളിലെല്ലാം അവിടെ ബോംബിട്ട് ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇറാൻ ഇനി ഉയർത്തെഴുന്നേക്കാൻ കഴിയില്ല. കാരണം അത്ര ക്രൂരമായ അത്ര വലിയ പ്രഹരം ഇറാനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയായിട്ടൊരു സന്ധി സംഭാഷണത്തിന് ഇറാൻ പോകണം. അത് നേരത്തെ മുതലേ സമയം കൊടുത്തിരുന്നു ട്രംപ്. അതിന് ഇറാൻ വഴങ്ങിയില്ല. ഇപ്പോൾ ഏറ്റ പ്രഹരം മൂലം ഇറാൻ കീഴടങ്ങും എന്നാണ് കരുതുന്നത്. ലോകത്തിലെ വലിയൊരു ആയുധശക്തിയുള്ള രാജ്യമെന്നാണൊക്കെ നമ്മൾ കരുതിയിരുന്നതെങ്കിലും ഇറാൻ്റെ ആധുനിക യുദ്ധമുറയിൽ അത്ര പ്രാവീണ്യം ഇറാനില്ല. കാരണം അവരുടെ മിസൈലും അവർക്ക് ലിമിറ്റഡാണ്. ഇതെല്ലാം ഒരു കോസ്റ്റ്ലി ആയ സംഭവം. നമ്മൾ ആലോചിക്കണം, ഈ രീതിയിലുള്ള ഒരു മിസൈലിന് ഏകദേശം ഒരു ചെറിയ മിസൈലിന് 26-28 കോടിയാണ് വരുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് വളരെ നാൾ യുദ്ധം കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം 1-2 ആഴ്ചകളിലൊക്കെ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്താമെങ്കിലും ഇരു കൂട്ടർക്കും സാമ്പത്തികമായി വലിയ ഭാരം. കാരണം ആധുനിക യുദ്ധമുറകൾ വളരെ കോസ്റ്റ്ലിയാണ്. അത് താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇറാനുമില്ല ഇസ്രയേലിനുമില്ല. 1-2 ആഴ്ച ചെറിയ രീതിയിലുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ മിസൈൽ അയച്ച് കുറേ നാശനഷ്ടം വരുത്താമെന്നല്ലാതെ അതിലപ്പുറത്തോട്ട് ഇരു രാജ്യങ്ങൾക്കും പോകാൻ കഴിയില്ല. പക്ഷേ ഇറാനിലും ശക്തിമത്തായി ഇസ്രയേൽ രംഗത്തുണ്ട്. കാരണം അമേരിക്കൻ പിന്തുണയുണ്ട്. ആവശ്യമുള്ള സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളെല്ലാവരും ഇസ്രായേലിനെ സഹായിക്കുകയും ഇസ്രായേലിന് സഹാനുഭൂതി ഉള്ളവരാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വളരെ ക്ലെവറായ നീക്കമായിരുന്നു കഴിഞ്ഞ 1-2 വർഷം കൊണ്ട്. കാരണം ഇറാനിലെ അവിടുത്തെ പല ആൾക്കാരും കരുതുന്നത് മൊസാദ് ഉൾപ്പെടെയുള്ളത് ഇറാനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ഏജൻറ്റ്, മൊസാദിൻ്റെ ഒരു ഏജൻറ്റിനെ കഴിഞ്ഞ ദിവസം ഇറാൻ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊക്കെ നടപടി കൊണ്ടൊന്നും വലിയ മെച്ചമില്ല. കാരണം ഈ ആധുനിക യുദ്ധമുറയിൽ വലിയ എക്സ്പെൻസീവാണ്. അത് താങ്ങാൻ ആർക്കും കഴിയില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് 2 കൂട്ടർക്കും സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിന് നേരിട്ട് 2 രാഷ്ട്രങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിലൊന്നും ആരും സപ്പോർട്ട് വരില്ല. കാരണം 1-ാം വേൾഡ് മഹായുദ്ധം നമ്മൾ കണ്ടു, 2-ാം വേൾഡ് മഹായുദ്ധവും നമ്മൾ കണ്ടു. അതിനകത്ത് ഓരോ രാഷ്ട്രങ്ങളും എത്രമാത്രം നാശനഷ്ടങ്ങൾ ആ രാഷ്ട്രത്തിനുണ്ടായി. അവർ സാമ്പത്തികമായി തകർന്നു. അവർ പിന്നെ പിടിച്ച് കയറി വരികയാണ്. ആ രീതിയിലുള്ള ഇനിയൊരു കൂട്ടുചേർന്നുള്ള ഒരു അറ്റാക്കിനോ യുദ്ധത്തിനോ ഒന്നും ഒരു രാഷ്ട്രങ്ങളും തയ്യാറാകില്ല എന്നാണ് ഇപ്പോൾ ആധുനികമായി നമ്മൾ ഓരോന്നും നോക്കുമ്പം കാണുന്നത്. ചൈന ഇന്ന് വരെ ഒരു യുദ്ധത്തിനും അവരാരും ഇടപെട്ട് പോയിട്ടില്ല. അവർ ചില രാഷ്ട്രങ്ങൾ ചില സാമ്പത്തികമായി സഹായിച്ചെന്ന് വരാം, ചില ആയുധങ്ങൾ കൊടുത്തൊന്നും വരാം. അല്ലാതെ അതിനപ്പുറത്ത് ഒരു പക്ഷം ചേരുന്നതിന് ഇതുവരെ ചൈനയെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ലോകത്തിലെ ഇന്നുള്ള ഒരു രാഷ്ട്രങ്ങളും മറ്റൊരു രാഷ്ട്രങ്ങൾ പക്ഷം ചേരുമെന്ന് കാണുന്നില്ല. പക്ഷേ US-ൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ആയുധ ശേഖരവും അവരുടെ പവർഫുള്ളായ ആ നേഷനെ അതിനെ വെല്ലുവിളിക്കാൻ ലോകത്തിൽ ഒരു രാഷ്ട്രങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ്. കഴിവുള്ളതെന്ന് കരുതപ്പെടുന്ന ചൈനയും റഷ്യയും ആ കാര്യത്തിലൊന്നും ഇടപെടില്ല. അമേരിക്കയുടെ തന്ത്രം ലോകത്തിലെ ആണവ ശക്തിയിൽ നിന്നൊരു ശക്തികൾ ഇനി പുതിയതായിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള ശ്രമം ഇറാൻ നടത്തി. കഴിഞ്ഞ 20 വർഷമായിട്ട് UN-ൻ്റെ
വ്യക്തികൾ അവിടെ പരിശോധിക്കാനും അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നീക്കിയെങ്കിലും ഈ അടുത്ത കാലത്ത് ഇറാൻ ആണവശക്തിയായി മാറാൻ ഏകദേശം 60ഓളം യുറേനിയത്തിൻ്റെ പ്രോസസ്സ് അവർ അതിനെ അത് പ്ലൂട്ടോണിയമായിട്ട് കൺവെർട്ട് ചെയ്തത് 60% എത്തിക്കഴിഞ്ഞു. ഒരു 85 ഇനി പെട്ടെന്ന് അവർക്ക് ഒരു ആണവശക്തിയായി മാറാം. ആ ഒരു സന്ദർഭത്തിലാണ് അതിൽ നിന്ന് പിന്മാറണം എന്ന് US പറഞ്ഞത്. US എന്തായാലും അതിൽ നിന്ന് 20 ഏകദേശം യുദ്ധം തുടങ്ങി, ഇവർ തമ്മിൽ ഇറാനും ഇസ്രായേലും യുദ്ധം തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പം US അവിടെ ബങ്കർ ബോംബിട്ട് ആണവശക്തി അവർ ആ ഏരിയ 3 സ്ഥലവും നശിപ്പിച്ചു എന്ന് ആണ് ഇപ്പം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇറാന് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തണം. അതിന് ചൈനയെ പ്രേരിപ്പിക്കണം. US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പറയുകയും ചെയ്തു, ചൈന ഇറാനെ പ്രേരിപ്പിക്കണം. കാരണം ഒരാണവശക്തിയായിട്ട് ഇനി ഒരു രാഷ്ട്രവും ലോകത്തിൽ വരാൻ പാടില്ല. 9 രാഷ്ട്രങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. അത് പരസ്പരം ബഹുമാനിച്ചും നെഗോഷിയേറ്റ് ചെയ്തും ചർച്ച ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുതിയൊരു ശക്തി ഇനി വരാൻ പാടില്ല.